മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തുടരും സിനിമയുടെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 23-നാണ് ഈ സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മളിപ്പോൾ ലാലേട്ടനെ ഒരു സ്റ്റാർ എന്നൊരു നിലയ്ക്ക് എമ്പുരാനെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ളൊരു രീതിക്ക് നമ്മൾ കാണാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും തുടരും. അപ്പോൾ ഇതിന്റെ സംവിധായകൻ ആ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് ലാലേട്ടന്റെ ഒരു മികച്ച ഒരു അഭിനയ പ്രകടനം കാണാൻ പറ്റുമെന്നാണ് ഈ സിനിമയിലെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, സതയം പോലുള്ള സിനിമകളുടെയൊക്കെ ഒരു ആ ഒരു ഫീലൊക്കെ ചില ഒരു സീനിൽ ലാലേട്ടൻ ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ട്രെയിലറിനകത്തുള്ള. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പ്രകടനം നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇന്നൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു പോസ്റ്റർ ആയിരുന്നു. ഒരു ചെറിയൊരു എന്തൊക്കെയോ ഉള്ള പോലെ ഒരു തോന്നലുള്ള ഒരു രീതിക്കത്തെ പോസ്റ്റർ ആയിരുന്നു. ഈ സിനിമയിൽ എല്ലാവരും പറയുന്ന ഈ സിനിമയാണെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരിപ്പോൾ അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു എന്തെങ്കിലും ഒരു പരിപാടി, ഒരു ത്രില്ലർ പോലത്തെ ഒരു സംഭവം ഇതിനകത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വലിയ ഹൈപ്പ് കൊടുക്കുന്നില്ല അവർ ആ ഒരു കാര്യത്തിന്. അവർ ഡയറക്ടർ ആണെങ്കിലും ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിക്ക് മാത്രമാണ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അതാണ് നല്ലത്. അപ്പം അധികം ആരും ഒത്തിരി ഓവർ എക്സ്പെക്ടേഷനിൽ ആരും തിയേറ്ററിലോട്ട് വരത്തില്ല. പിന്നെ ഈ സിനിമയിൽ ഫാമിലി ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഫൈറ്റും കാര്യങ്ങളൊന്നും കാണത്തില്ലെന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. എന്തായാലും ഈ പടത്തിൽ എന്തായാലും ഫൈറ്റ് കാണാതിരിക്കത്തില്ല. ഈ പടത്തിൽ ഫൈറ്റ് എന്തായാലും കാണും. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സോങ് ഉണ്ട്. വേൽമുരുക വൈബിലുള്ളൊരു സോങ് ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ ചെറിയൊരു പ്രൊമോ ഷൂട്ട് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു പാട്ട് ലാലേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അത് വേറൊരു രീതിക്ക് ഫുള്ളായിട്ട് ആ ഒരു സോങ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ടീം എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുക. കാരണം ആ സോങ് അവർ എവിടെ ആഡ് ചെയ്യും, എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എവിടെയാണ് അത് പ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ്റെ ക്യാരക്ടറാണേലും ഒരു നാട്ടിൻപുറത്തുള്ളൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് വരുന്നത്. എന്തായാലും അദ്ദേഹം കുറേ നാളെ നമ്മൾ ആ ഒരു രീതിക്കൊക്കെ ഒരു ആക്ടിങ് ലാലേട്ടൻ്റെ കണ്ടിട്ട് എപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു നാട്ടിൻപുറത്തൊരു കഥാപാത്രങ്ങൾ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കത്തെ ഒരു ക്യാരക്ടറുകളായിരിക്കും ലാലേട്ടൻ നാട്ടിൻപുറത്തെ ആ ഒരു ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു സംവിധായകൻ്റെ കൂടെ ഇത്രയും നല്ല മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു നടൻ അഭിനയിക്കുമ്പം എന്തായാലും അത് വെറുതെ ആകത്തില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു വലിയ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിന് ശേഷം വരുന്നൊരു ചിത്രമാണ് തുടരും. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയോടെ ഈ സിനിമയ്ക്കുണ്ട്. എന്തായാലും ഇതിൻ്റെ ബുക്കിംഗ് ഏപ്രിൽ 23-ന് സ്റ്റാർട്ട് ചെയ്യും. ആരൊക്കെ ഈ സിനിമ FTFS കാണാൻ പോകുന്നുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്തായാലും ഈ സിനിമ കാണാൻ പോകുന്നതായിരിക്കും. ഈ സിനിമയുടെ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. മാക്സിമം ആദ്യത്തെ റിവ്യൂ ആയിട്ട് തന്നെ ഈ ഒരു റിവ്യൂ നമ്മൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.